നമസ്കാരം. മലയാള ജാലകത്തിലേക്ക് സ്വാഗതം. ശബ്ദസുന്ദരൻ, കേരള വാൽമീകി, കേരള ടാഗോർ, മലയാളത്തിൻ്റെ പൂങ്കുയിൽ, ദേശീയതര കവി എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന വള്ളത്തോൾ നാരായണമേനോനെക്കുറിച്ചാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. 1878 മുതൽ 1958 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ആധുനിക കവിത്രയത്തിൽ ഏറ്റവും അവസാനം ജനിച്ചതും ഏറ്റവും അവസാനം മരിച്ച കവി. ചിത്രയോഗമാണ് അദ്ദേഹത്തിൻ്റെ മഹാകാവ്യം. ചിത്രയോഗത്തിൻ്റെ മറ്റൊരു പേരാണ് താരാവലി ചന്ദ്രസേനം. താരാവലിയും ചന്ദ്രസേനമാണ് അതിലെ കഥാപാത്രങ്ങൾ. ചിത്രയോഗത്തിൻ്റെ ഇതിവൃത്തം എടുത്തിരിക്കുന്നത് കഥാസരിത് സാഗരം എന്ന കൃതിയിൽ നിന്നാണ് ഇതിവൃത്തം എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യങ്ങൾ നോക്കാം. ദണ്ഡകാരണ്യം വള്ളത്തോളിൻ്റെ ആദ്യ ഖണ്ഡകാവ്യമാണ് ദണ്ഡകാരണ്യം. പിന്നീട് ഗണപതി, അതുപോലെ തന്നെ മഗ്ദലന മറിയം. മഗ്ദലന മറിയത്തിൻ്റെ ഒരു സവിശേഷത, ക്രൈസ്തവകഥ ഇതിവൃത്തമായ ആദ്യ ഖണ്ഡകാവ്യം വള്ളത്തോളിൻ്റെ മഗ്ദലന മറിയമാണ്. ക്രൈസ്തവകഥ ഇതിവൃത്തമായ ആദ്യ മഹാകാവ്യമാണ് കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിളയുടെ ശ്രീയേശു ചരിതം. ശിഷ്യനും മകനും വള്ളത്തോളിൻ്റെ ഈ കൃതിയിലാണ് പരശുരാമനും ഗണപതിയും കഥാപാത്രങ്ങളായി വരുന്നത്. പരശുരാമനും ഗണപതിയും കഥാപാത്രമായി വരുന്ന വള്ളത്തോൾ കവിത എന്നൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. ബദിരവിലാപം ഒരാത്മാംശമുള്ള കവിത അല്ലെങ്കിൽ ഒരു വിലാപ കാവ്യത്തിൻ്റെ രീതിയിലൊക്കെ വരുന്ന കവിത എന്നെല്ലാം സൂചനയുള്ളൊരു കൃതിയാണ് ബദിര വിലാപം. അച്ഛനും മകളും, ശകുന്തളയും വിശ്വാമിത്രനും കഥാപാത്രങ്ങളായി വരുന്നൊരു കൃതിയാണ് അച്ഛനും മകളും. വള്ളത്തോളിനെ കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിലുണ്ട്. മലയാള ജാലകത്തിൻ്റെ ക്ലാസ്സുകൾ കാണുക. ചോദ്യങ്ങൾ വിശദീകരണങ്ങളും പ്രയോജനപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മലയാളത്തിലെ പല വിഭാഗത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളും മലയാള ജാലകത്തിൻ്റെ ക്ലാസ്സുകളുണ്ട്. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.